വേമ്പനാട്ടുകായലുമായിട്ട് അതിർത്തി പങ്കിടുന്ന മൂവാറ്റുപുഴയാറ് കുറുകെ ഒഴുകുന്ന കോട്ടയം ജില്ലയുടെ അതിർത്തി പ്രദേശമായ ചെമ്പെന്ന മനോഹരമായ എൻ്റെ പ്രിയപ്പെട്ട ഗ്രാമം. കണ്ടില്ലേ, പുഴയും തൊട്ടപ്പുറത്ത് കായലും ഒക്കെ സംഗമിച്ച് ഒഴുകുന്ന ഈ നാടിൻ്റെ ദൃശ്യഭംഗി അതിമനോഹരമാണ്. തോടുകളും അതോടൊപ്പം തന്നെ നെൽപ്പാടങ്ങളും ഒക്കെ കൂടി ചേരുമ്പോൾ കേരളത്തിൻ്റെ തനതായ ഒരു ഗ്രാമീണ ഭംഗി എൻ്റെ നാടിന് കൈവരുന്നുണ്ട്. നമ്മുടെ ഈ നാട് ഉണരുന്നത് ഈ മാർക്കറ്റിലൂടെയാണ്. ഈ മാർക്കറ്റിൽ നിരവധിയായിട്ടുള്ള ആളുകൾ, അതായത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ ആളുകൾ ഇവിടെ എത്തി ഈ മാർക്കറ്റിലാണ് മീൻ കൊടുക്കുന്നത്. ഇവിടുത്തെ ചേച്ചിമാർ അതെടുത്ത് പല ഇടങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് ഈ മാർക്കറ്റിലേക്ക് ആളുകൾ എത്തുന്നു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെന്ന് വരാം. നമുക്ക് നോക്കാം. ദേ ഒരു സ്ഥാനാർത്ഥി നിൽപ്പുണ്ട്. എന്തായാലും അദ്ദേഹം വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ്. സിവിചേട്ടാ, ഇപ്രാവശ്യം മത്സരിക്കുന്നത് കേട്ടല്ല? അതെ അതെ, രാവിലെ ഇവിടെ വന്ന് നമുക്ക് പരിചയമുള്ള ആൾക്കാരാണല്ലോ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ. മാർക്കറ്റിന്റെ നല്ല നല്ല ഓർമ്മകളുണ്ടോ? പിന്നെ ഈ മാർക്കറ്റിൽ ഞാനൊരു 10-12 വർഷം മീൻ ലേലം ചെയ്യാനുണ്ടായിരുന്നു, കണക്കെഴുതാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഈ മാർക്കറ്റിൽ നിന്നാണ് ചെറുതായിട്ട് മീൻ കച്ചവടത്തിന് പോയിട്ടുള്ളത്. അതേ ഒരു ബന്ധം എനിക്കുണ്ട്. കാരണം എൻ്റെ അമ്മയും ഇവിടെ വന്നാണ് ഈ മീൻ മാർക്കറ്റിൽ നിന്നാണ് മീനെടുത്ത് അങ്ങനെയാണ് ഞങ്ങളും ഒക്കെ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. എന്തൊക്കെ പറഞ്ഞാലും സ്വാഭാവികമായിട്ടും ചേർന്നൊക്കെ ഇങ്ങനെ മത്സരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഈ ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, വേറെയും ഒക്കെ ആളുകളൊക്കെ ഉണ്ട്. ദേ ഇവിടെ ഒരു സ്ഥാനാർത്ഥി നിൽപ്പുണ്ട്. ദേ വോട്ട് തേടി നിൽക്കുകയാണ്. സുരജേട്ടാ, പ്രാവശ്യം മത്സരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഞാൻ ചെമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചെമ്പ് ഡിവിഷനിൽ നിന്ന് വിജയോദയം ഡിവിഷനിൽ നിന്നും മത്സരിക്കുകയാണ്. ഇവിടെ ഈ മാർക്കറ്റുമായിട്ട് നല്ല ബന്ധമുള്ള ഞാനിവിടെ വർഷങ്ങളായിട്ടുണ്ട്, 30-35 വർഷമായിട്ട് ഞാനിവിടെ സ്ഥിരമായി രാവിലെ വന്ന് വെളുപ്പിനെ 5 മണി മുതൽ ഇവിടെ മത്സ്യക്കച്ചവടം നടത്തിയാണ് ഞങ്ങൾ എടുക്കുന്നത്. എന്തായാലും വോട്ട് പിടുത്തം നടക്കട്ടെ. നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അജയ് ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷൻ? ഇലക്ഷൻ നല്ല സ്ഥാനാർത്ഥികളൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഇനി വോട്ട് ചെയ്താൽ മതി. വോട്ട് ചെയ്താൽ മതി. ഇവരൊക്കെ ഇവിടുത്തെ ഒരു നിഷ്പക്ഷവാദികളെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ മത്സ്യത്തൊഴിലാളിയുടെ ഭാഷ പറഞ്ഞാൽ പുലരിക്ക് പണിയെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ രാവിലെ പണിയെടുക്കുന്നവർക്ക് ഒരു വല വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇതുമൂലം മത്സ്യം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. കൊഞ്ചും മറ്റു സാധനങ്ങളൊന്നും ഇപ്പോൾ കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. ഇലക്ഷൻ ആണല്ലോ വരുന്നത്. അപ്പൊ സ്ഥാനാർത്ഥികളോടൊക്കെ എന്താ പറയാനുള്ളത്? നമ്മുടെ നാട് നന്നാകണമെന്ന് മാത്രം. അപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ കൊള്ളാമോ? നിൽക്കുന്നവരെല്ലാരും കൊള്ളാവുന്നത്. അതാ മതി. അങ്ങനെ പരിക്കില്ലാണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ കൂട്ടുകാരി കൂടിയാണ് അല്ലേ? അതെ. ഇലക്ഷനൊക്കെ വരികയല്ലേ, അപ്പോൾ സ്ഥാനാർത്ഥികളോടൊക്കെ എന്താ പറയാനുള്ളത്? പിന്നെ കായലിക്കലൊക്കെ വായിക്കാം, പായൽ കെട്ടാം, അതിനൊരു നിയന്ത്രണം ചെയ്യുക, അതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തൊക്കെ മീൻ എന്തൊക്കെയുണ്ട്? കരിമീൻ, ചെമ്മീൻ, ഇത് ഞങ്ങൾക്ക് വെട്ടാൻ തന്നതാണ് ഓരോരുത്തരെ. അപ്പം അത് വെട്ടിക്കൊടുക്കണം ഞങ്ങളുടെ പണി. അപ്പോൾ എന്തായാലും ഈ ചേച്ചിമാരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ നല്ല കാര്യം. ഈ കാണുന്നത് എൻ്റെ വീടാണ്. അപ്പോൾ എൻ്റെ നാടിനെ, ഈ ചെമ്പെന്ന ഗ്രാമത്തെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് അടയാളപ്പെടുത്തിയ ഒരു മഹാനടനുണ്ട് ഞങ്ങൾക്ക്. അത് മറ്റാരുമല്ല, മലയാളിയുടെ പ്രിയങ്കരനായ പത്മശ്രീ ഭരത് മമ്മൂട്ടിയാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന തറവാടാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്ന ഈ വീട്. PA മുഹമ്മദ് കുട്ടി മമ്മൂട്ടി എന്ന സിനിമാക്കാരനായി മാറിയത് ഈ കാണുന്ന വീട്ടിൽ നിന്നാണ്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും മറ്റുമൊക്കെ നടന്നത്. ആ കാലഘട്ടത്തിലാണ് ചെമ്പിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ചെമ്പിൽ ജോണിനെ അടക്കം അദ്ദേഹം വായിക്കുന്നതും അദ്ദേഹവുമായുള്ള പരിചയം. ഒരുപക്ഷെ ആ പരിചയമൊക്കെ ആയിരിക്കാം അദ്ദേഹം സിനിമയിലേക്ക് കയറാനുള്ള എളുപ്പ വഴിയായി മാറിയത്. ഈ കാണുന്നതായിരുന്നു അന്നത്തെ മമ്മൂട്ടിയുടെ മുറി. ഇവിടെയാണ് അദ്ദേഹം പഠനവും ചെലവഴിച്ചതും. അങ്ങനെ എല്ലാ രംഗങ്ങളും ഇതിനകത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മൊട്ടിട്ടത്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്ന് കാണുന്ന ഇന്ത്യൻ സിനിമ, ലോക സിനിമയുടെ നെറുകയിലേക്ക് ഞങ്ങളുടെ പ്രിയങ്കരനായ മമ്മൂക്ക മാറി എന്നതാണ്. ഇവിടെ ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ ഇവിടെ ഈ തറവാട് മാത്രമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പാണ്.
തെരഞ്ഞെടുപ്പിന്റെ ആയിട്ട് ബന്ധപ്പെട്ടത് ഇടതുപക്ഷ പ്രവർത്തകരാന്ന് തോന്നുന്നു. ചേച്ചി രാമേ ചേച്ചിയാണ് 13-ാം വാർഡിന്റെ സ്ഥാനാർത്ഥി. അപ്പൊ വോട്ട് ചെയ്ത് ചേച്ചിനെ വിജയിപ്പിക്കണം. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. അപ്പോൾ ഞായറാഴ്ചയാണ്, അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വീടുകളിലൊക്കെയാണ്, അപ്പോൾ പോയി വോട്ട് തിരിടുക. പാറു കഴിഞ്ഞിട്ട് അമ്മ മത്സരിക്കണമെന്ന് കേട്ടല്ലോ, എവിടെ മത്സരിക്കണം? നമ്മുടെ വാർഡിൽ. ഇത് ഞങ്ങളുടെ പാറുക്കുട്ടിയാണ്. ഇതാരൊക്കെ പാറുക്കുട്ടിയുടെ കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പാറു ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കുഞ്ഞു പാട്ടുകാരിയും കൂടിയാണ് അല്ലേ? പാറു നമുക്കൊണ്ടൊരു പാട്ട് പാടില്ലേ? ഏത് പാട്ട് പാടും? ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടും. പൂമരം പൂത്തുലഞ്ഞേ പൂവകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ, പൂമരം പൂത്തുലഞ്ഞേ. ഇതുപോലെയുള്ള ഒരുപാട് പിള്ളേരൊക്കെ നമുക്ക് ഇങ്ങനെ കലാകാരികളായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നതാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നാടിൻ്റെ ദേശദേവതയാണ്. അത് ചെമ്പ് പനങ്ങാവ് ഭഗവതിയാണ്. ഈ ഭഗവതി ക്ഷേത്രത്തിൽ കൊടി കയറുന്നതിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. തൊട്ടപ്പുറത്ത് ആ കാണുന്ന പന കണ്ടില്ലേ? ആ പന ചെത്തിയൊരുക്കിയാണ് ഇവിടെ കൊടി കയറുന്നത്. പിന്നീട് രേവതി അശ്വതി ഭരണി, അങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് ഇവിടുത്തെ ഉത്സവവും കാര്യങ്ങളുമൊക്കെ. സ്ഥാനാർത്ഥിയാണ്. അതെ അതെ, ഒരുപാട് നാളായി കണ്ടിട്ട്. നല്ല വിശേഷം. അപ്പൊ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. ജയിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർഡിൽ നിങ്ങൾ വീണ്ടും വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പം മാറ്റങ്ങളുണ്ടാവും. അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കും, ഒരു തർക്കമില്ല. അപ്പൊ എല്ലാവിധ ആശംസകളും. എന്റെ കൂട്ടുകാരൻ കൂടിയാ കേട്ടാ. ഹലോ, ആ ചേച്ചി എവിടെ ഉണ്ട്? ആ അമ്പലത്തിനടുത്ത് ഞാനുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എടാ മോനെ, ഇന്നൊന്ന് ആക്കിക്കേ. ചിത്ര ചേച്ചി. അപ്പോൾ ചേച്ചി സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. നല്ല സപ്പോർട്ടുണ്ട്, കാരണം ഞാൻ ആശാവർക്കറല്ലേ, അതുകൊണ്ട് എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നാടിന്റെ നല്ല പ്രവർത്തനം, നമ്മുടെ ആൾക്കാർക്ക് നല്ല പ്രവർത്തനങ്ങൾ കൊടുക്കും, നല്ല സഹായങ്ങൾ അവർക്ക് കൊടുക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, ഞാൻ മാത്രമല്ല 11-ാം വാർഡിൽ മത്സരിക്കുന്ന പ്രിയുണ്ട്, 14-ാം വാർഡിലെ സിന്ധു പ്രിൻസ് ഉണ്ട്, പിന്നെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സുരക്ഷേട്ടനെ രാവിലെ കണ്ടായിരുന്നു. സുരക്ഷേട്ടനുണ്ട്. അപ്പൊ പ്രചരണം നടക്കട്ടെ. ഇവിടുത്തെ മെമ്പറാണെന്ന് പറഞ്ഞു. ഞാൻ നിലവിൽ മെമ്പറാണ്. വീണ്ടും മത്സരിക്കുകയാണ്. ചേച്ചി ഇതിലും വഴി നടന്നു പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നുണ്ട്, സൈക്കിളിലാണ് വരുന്നത്. ചോദിക്കാം. രമേശേട്ടാ, എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷങ്ങൾ. നമ്മുടെ നാടിനെ പൊതുവെ അടയാളപ്പെടുത്തുന്നത് ഒരു ടൂറിസത്തിൻ്റെ പട്ടികയിലേക്കൊക്കെ ഇടം പിടിച്ചൊരു ഘട്ടം കൂടിയാണ് കഴിഞ്ഞു പോയത്. ഏതൊരാളെയും ആകർഷിക്കപ്പെടുന്നതാണ് പ്രകൃതി ഭംഗിയും. ആ നിലയിൽ കഴിഞ്ഞ 4 വർഷമായി ചെമ്പിലരയും ജലോത്സവം നടക്കുന്നുണ്ട്. ഭരത് മമ്മൂട്ടിയുടെ നാമധേയത്തിൽ ഇവിടെ ഒരു ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ തുടങ്ങി വരികയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ കൂടാനുള്ള ഒരുക്കത്തിലാണോ? അതെ അതെ അതെ. അപ്പോൾ ഓക്കെ, നോക്കട്ടെ. ചെമ്പിലേക്ക് വരുമ്പോൾ ചെമ്പെന്ന പേര് തൻ്റെ പേരിനൊപ്പം സ്വീകരിച്ച് നമ്മെ അടയാളപ്പെടുത്തിയ ചില ആളുകളുണ്ട്. അപ്പോൾ അവരെ കാണാതെ പോകുന്നത് ശരിയല്ല. ഇത് അങ്ങനെ ഒരാളുടെ ഇരിപ്പുണ്ട്. അശ്വിനേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് നമ്മുടെ ജനകീയ സീറ്റല്ലേ, ഇവിടെ തന്നെ ഇരിക്കാം. ആ കലിങ്കി ഇരിക്കാം. കലിങ്കിലൊക്കെ ഇരുന്നാണ് നമ്മളെ. അതെ അതെ, നമ്മൾ കലിങ്കിലും തോടിൻ്റെ അരികിലും ഒക്കെ ഇരിക്കുകയല്ലേ. നമുക്ക് നാട്ടിൽ മുഴുവനാണ്. ഇപ്പൊ തോടെല്ലാം റോഡായില്ലേ. എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ സിനിമാ വിശേഷങ്ങൾ? പുതിയ സിനിമാ വിശേഷം ഇപ്പോൾ ആട് 3 അതിൻ്റെ ഷൂട്ടിങ്, എൻ്റെ സീൻ കഴിഞ്ഞു. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക, ഇപ്പോൾ തൊടുപുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആട് 1ഉം 2ഉം ചെയ്ത പോലെ അല്ല ഇത്. ഇത് ബ്രഹ്മാണ്ഡ സിനിമയാണ്. എന്തായാലും ശരിക്കും വലിയ റോളായിരിക്കും. പഴയ റോൾ? ഞാൻ പഴയ വൈദ്യര് തന്നെ. അശ്വിനന്റെ തുടക്കം എന്ന് പറയുന്നത് നാടകത്തിലൂടെ. എനിക്ക് തോന്നുന്നു ജഗദമ്പി അമ്പലത്തിൽ അശ്വിനന്റെ നാടകം കളിച്ചിട്ടുണ്ട്. അമ്മൂമ്മക്കിളി എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകം. വലിയച്ഛനും ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചാണ്. എൻ്റെ ചെമ്പിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കണുകളിൽ ഒരാളാണ് പ്രിയപ്പെട്ട അശോകൻ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇതിലും വഴി പോയപ്പോഴത്തേക്കൊന്ന് കയറി കാണണമെന്ന് തോന്നി. നല്ല കാര്യം, സന്തോഷമില്ലേ. നമ്മുടെ മുറിഞ്ഞോടെ കവലയിൽ നിന്ന് കിട്ടിയതാണ് മണിക്കുട്ടൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചെത്തൊഴിലാളിയാണ്. അപ്പോൾ ഇതാണ്
ഇവിടുത്തെ ചെത്താനുള്ള തെങ്ങ്. ഇവിടെ അങ്ങനെ വലിയ തെങ്ങും തോപ്പൊന്നുമില്ല, ഇങ്ങനെ ഓരോ വീടുകളിലും ചെറിയ ചെറിയ തെങ്ങുകളാണ്. അപ്പോൾ ആ തെങ്ങുകളിലാണ് ചെത്തി. പ്രധാനമായിട്ടും നമ്മുടെ ഈ ചെറിയ തെങ്ങൊക്കെ ചെത്തുമ്പോൾ നമുക്ക് വേണ്ട കള്ള് കിട്ടാറുണ്ടോ? പരിതാപകരമാണ് നമ്മുടെ അവസ്ഥ. ഇപ്പം സാധാരണ ഒരു കൂലിവേലക്കാരന് കിട്ടുന്ന കൂലിവേല നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നില്ല. ഇപ്പോൾ 4 മരമുണ്ട്. 4 മരം കയറി കഴിഞ്ഞാൽ ഏകദേശം 6-7 ലിറ്റർ കള്ള് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശം നമുക്കൊരു 550-600 രൂപയാണ് നമുക്ക് ഒരു ദിവസം കിട്ടുന്നത്. ഇപ്പോൾ തന്നെ ഈ മുറിഞ്ഞവഴിയിൽ തന്നെ പുതിയൊരു ബാർ വരാൻ പോവുകയാണ്. അപ്പോൾ അത് വരുമ്പോഴും നമ്മുടെ തൊഴിൽ ഏകദേശം നിന്നുകൊണ്ടിരിക്കുകയാണ്. നിൽക്കും. ഈ ആ ബാർ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നിൽക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ രാവിലെ വളരെ ശാന്തമാണ്. വൈകിട്ടാകുമ്പോൾ നല്ല രീതിയിൽ തിരയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാണുന്ന ഇത് കണ്ടോ, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു റിസോർട്ട് എന്ന് പറയുന്നത്, സോമതീരം റിസോർട്ട്. ഇവിടെ ഒരുപാട് ആർട്ട് ഫിലിമുകളും മറ്റുമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയൊക്കെ ഒരുപക്ഷെ കണ്ട് നമ്മൾ അമ്പരത്തിലുണ്ടാകാം. പക്ഷേ അത് ഈ കാണുന്ന എൻ്റെ ചെമ്പെന്ന് പറയുന്ന ഗ്രാമമാണ്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും ഇതായിട്ട് നമ്മുടെ പ്രകൃതി സൗന്ദര്യമാണല്ലോ ഇവിടെ. ഇപ്പം എൻ്റെ തൊഴിൽ കക്കാവാരാണ് മെയിനായിട്ട്. ഇതൊരു സൈഡ്. വീട്ടിൽ അത്യാവശ്യം കറി നടക്കും, പിന്നെ അത്യാവശ്യം ചിലവ് നടക്കുന്നു. ഞങ്ങളുടെ പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ കായലാണ് ഞങ്ങളുടെ എല്ലാം. ഈ കായലിൽ ഒരുപാട് സവിശേഷതകളുണ്ട്. കാരണം ഇവിടെ നമുക്ക് മത്സ്യത്തൊഴിലാളികളെ കാണാം. ദേ ആ കാണുന്നതുണ്ടോ, ആ ചേട്ടൻ കക്കാവാരയാണ്. ഇങ്ങനെയാണ് കക്കേണ്ട ആണോ? ഈ വലിപ്പമുള്ള കക്ക വേണം അല്ലേ? കുറവല്ലേ? എപ്പോ 5 മണിക്ക് ഇത്ര നേരം ഇത്ര കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. മൂവാറ്റുപുഴയാറിലൊന്ന് കുളിച്ചാൽ ഒന്ന് ഉഷാറാവും. എങ്കിലേ ക്യാമറ കൊടുത്തിട്ട് പുറകെ കുടിക്കൂ. ബാലു വണ്ടിയായിട്ട് അക്കരെ പോയി. ബൈ ബൈ.